ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉടമകളുടെ പകൽക്കൊള്ള. വില വിവരപ്പട്ടികയോ കൃത്യമായോ ബില്ലോ ഇല്ലാതെ ഉപഭോക്താക്കളെ പിഴിഞ്ഞൂറ്റിയാണ് ചില സ്ഥാപനങ്ങൾ. ഒരു നാരങ്ങാവെള്ളത്തിനു പോലും ഈടാക്കുന്നത് 25 രൂപ. സാധാരണക്കാരെ ദുരിതത്തിലാക്കി ഉടമകൾ തന്നിഷ്ടം പ്രവർത്തിക്കുമ്പോഴും നടപടിയെടുക്കാതെ കണ്ണടച്ച ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും. വിലവിവരപ്പട്ടിക മറച്ചുവെച്ചും തോന്നിയ പണം ഈടാക്കിയും ഇടുക്കിയിലെ വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഒരേപോലെ കൊള്ളയടിക്കുകയാണ് ചില സ്ഥാപനങ്ങൾ. ഇടുക്കി ഡബിൾ കട്ടിങ്ങിലെ ഹൈറേഞ്ച് ഹോട്ടൽ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ കയറി ഭക്ഷണത്തിന്റെ വില ചോദിച്ചാൽ ജീവനക്കാരിൽ നിന്ന് വ്യക്തമായ മറുപടി കിട്ടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നതാകട്ടെ ഓരോ ഇനത്തിന്റെയും വില പ്രത്യേകം രേഖപ്പെടുത്താത്ത വെറുമൊരു തുണ്ട് കടലാസും. എത്ര രൂപയുടെ ഭക്ഷണം കഴിച്ചുവെന്ന് ഉപഭോക്താവിന് അറിയാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ ബിൽ കബളിപ്പിക്കൽ. ഭക്ഷണം കഴിക്കാനെത്തുന്ന ആളുകളെ മനസ്സിലാക്കി തരം പോലെ പണം വാങ്ങിക്കുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് വിനോദസഞ്ചാരികളാണ്. ഭക്ഷ്യവകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ടായിട്ടും മിക്കയിടത്തും വിലവിവരപ്പട്ടിക പ്രദർശിപ്പിക്കാൻ ഉടമകൾ തയ്യാറായിട്ടില്ല. നമ്മളൊരു കടയിൽ ചെന്നൊരു സാധാരണക്കാരൻ ഒരു കടയിൽ ചെന്ന് കയറുമ്പോൾ അവിടെ അമിതമായ കൂലി ഈടാക്കുകയും ഗ്യാസിന്റെ പേര് പറഞ്ഞ് അമിതമായ കൂലി ഈടാക്കുന്നു. ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വരുന്ന സാധാരണക്കാരനും പാവപ്പെട്ട ജനങ്ങളുമാണ് വരുന്നത്. അവരോടൊക്കെ അമിതമായിട്ട് കൂലി ഈടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹോട്ടലുകൾക്ക് പുറമെ ബേക്കറികളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരു സാധാരണ സോഡാ നാരങ്ങാവെള്ളത്തിന് പോലും പലയിടത്തും ഈടാക്കുന്നത് 25 രൂപയാണ്. ജില്ലാ ആസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പാവപ്പെട്ടവരും തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരുമാണ് ഈ ചൂഷണത്തിന് പ്രധാനമായും ഇരയാകുന്നത്. അധികാരികളുടെ കൺമുൻപിൽ നടക്കുന്ന ഈ കൊള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജില്ലാ ഭരണകൂടം. കൃത്യമായ ബില്ല് നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ തെളിവ് സഹിതം ഉപഭോക്തൃകോടതിയെയും മറ്റു വകുപ്പുകളെയും സമീപിക്കാനൊരുങ്ങുകയാണ് ഉപഭോക്താക്കൾ. ഭക്ഷ്യസുരക്ഷാ വകുപ്പും താലൂക്ക് തല ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.